സിലോജിസമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സിലോജി കുറേ ടേംസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നതാണ് സം. സം എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ആണ്. സമ്മ് റിവേഴ്സിബിൾ ആണ്. സോ സമ്മ് റിവേഴ്സിബിൾ ആണ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ സം എ ആർ ബി, സം എ ആർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചും പറയാം. സം എ ആർ ബി എന്ന് പറയുന്നതും സം ബി ആർ എ എന്ന് പറയുന്നതും സെയിം ആണ്. ദാറ്റ് ഈസ് സം എന്ന് പറയുന്ന വേർഡ് ഒരു റിവേഴ്സിബിൾ വേർഡാണ്. അപ്പോൾ ഞാൻ പറയാം സം മ്യൂസീഷ്യൻസ് ആർ പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിൽ നമുക്ക് സം പെയിൻറ്റേഴ്സ് ആർ മ്യൂസീഷ്യൻസ് എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് സമ്മിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ടേമാണ് നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ് ഓള്. ഓളിൻ്റെ പ്രത്യേകത എന്താ? ഓള് റിവേഴ്സിബിൾ അല്ല, നോട്ട് റിവേഴ്സിബിൾ. ഓള് റിവേഴ്സിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഓൾ എ ആർ ബി ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. എല്ലാ എയും ബി ആണ്, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഓൾ എ ആർ ബി എന്ന് പറയുന്നതിനർത്ഥം ഓൾ ബി ആർ എ അല്ല. ഇപ്പം ഓൾ എ ഈസ് ബി എന്ന് പറയുന്നത് സെയിം അല്ല ഓൾ ബി ആർ എക്ക്. ഓക്കെ, ഓൾ ബി ആർ ബി ആണെങ്കിൽ ഓൾ എ ആർ ബി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ഓൾ ബി ആർ എക്ക് തുല്യമല്ല. കാരണം തിരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് റിവേഴ്സിബിൾ ആണ്. ഇനി റിവേഴ്സിബിൾ ആയ അടുത്ത ആളാണ് നോ. നോയും ഒരു റിവേഴ്സിബിൾ ടേം ആണ്. എന്ന് വെച്ചാൽ നോ എ ഈസ് ബി, അതായത് എയിൽ നിന്നും ബിയിലോട്ട് നോ റിലേഷൻ ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു എയും ബി അല്ലെങ്കിൽ ഒരു ബിയും എ അല്ല. സോ സെയിം ആസ് നോ ബി ഈസ് എ. സോ ഇതാണ് നമ്മൾ പറഞ്ഞത്. സമ്മും നോയും റിവേഴ്സിബിൾ ആണ്. അതായത് സം എ ആർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് സം ബി ആർ എ എന്നും പറയാം. നോ എ ഈസ് ബി എന്ന് വെച്ചാൽ നോ ബി ഈസ് എ എന്നും പറയാം. അതായത് തിരിച്ചും പറയാം. ഇത് രണ്ടും റിവേഴ്സിബിൾ ആണ്. ഓൾ നോട്ട് റിവേഴ്സിബിൾ ആണ്. സം ഓൾ റിവേഴ്സിബിൾ അല്ല. ഓൾ എ ആർ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓൾ ബി ആർ എന്ന് തിരിച്ച് പറയാൻ പറ്റത്തില്ല. ഇനി സിലോജിസത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസുകൾക്കിടയ്ക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ലിങ്ക് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അത് ക്വസ്റ്റ്യൻ അവർ തമ്മിലുള്ള റിലേഷൻ ഒന്നും പറയുന്നില്ല. നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കാണാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറിച്ചൊരു ഡെഫിനറ്റ് കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റത്തില്ല. ഓക്കെ, if the question don't provide direct or indirect link between two terms, no definite conclusion can be drawn. നമുക്ക് ഒരു ഡെഫിനറ്റ് കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റത്തില്ല. രണ്ടുപേര് തമ്മിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് പറയുന്നില്ല, നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന കൺക്ലൂഷൻസ്, അങ്ങനെ വരുന്ന ആൾക്കാർക്കിടയ്ക്ക് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ കേസ് അല്ലെങ്കിൽ പോസിബിലിറ്റിയിൽ പറഞ്ഞാൽ അത് നമ്മൾ ട്രൂ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇഫ് ദർ ഇസ് നോ ഡെഫിനറ്റ് റിലേഷൻ ബിറ്റ്വീൻ ടു എലമെന്റ്സ്, രണ്ട് എലമെന്റ്സ് തമ്മിൽ ഡെഫിനറ്റ് റിലേഷൻ ഇല്ല, പറയാൻ പറ്റുന്ന റിലേഷൻ ഇല്ല. അങ്ങനെ എന്താണ് റിലേഷൻ നമുക്ക് അറിയത്തില്ല. സോ എനി കൺക്ലൂഷൻ ദാറ്റ് യൂസസ് ദ വേർഡ് പോസിബിലിറ്റി, ഇതിലൊരു കൺക്ലൂഷൻ പറയുന്നത് ഒരു വേർഡ് പോസിബിലിറ്റി ഉപയോഗിക്കുന്നത് പോസിബിൾ ആവാം എന്ന രീതിക്കാണ് പറയുന്നതെങ്കിൽ ക്യാൻ ബി ജനറലി അതെന്താവും ട്രൂ ആയിട്ട് മാറും. സോ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ട്രൂ ആവും. പക്ഷേ അല്ലാതെ ഉറപ്പിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഫോൾസ് ആണെന്ന് പറയും. സോ യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു കേസ് ഇപ്പോൾ രണ്ടു തമ്മിൽ റിലേഷൻ നമുക്ക് അറിയത്തില്ല. സോ അവരുടെ റിലേഷൻസ് നമുക്ക് അറിയത്തില്ല, ക്യാൻ ബി ഡിറ്റർമൈൻ നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ആരും ഉറപ്പിച്ച് പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക. എയ്തർ ഓർ വരുന്ന കേസ്, എയ്തർ ഓർ എന്ന് പറയുമ്പോൾ ബോത്ത് കൺക്ലൂഷൻ മസ്റ്റ് ബി ഇൻഡിവിജ്വലി, അതായത് രണ്ട് കൺക്ലൂഷൻസ് ഉണ്ട്. ആ രണ്ട് കൺക്ലൂഷൻസിനകത്തും ഉപയോഗിക്കുന്ന എലമെന്റ്സും ഞാൻ പറയാം. സമ്മും നോയും ഒരു പെയറാണ്. അതുപോലെ സം നോട്ടും ഓളും ഒരു പെയറാണ്. രണ്ട് കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷൻ സമ്മാണ്, ഒരു കൺക്ലൂഷൻ നോയാണ്. രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ് ആണ്. കൂടാതെ അതിനകത്ത് പറയുന്ന എലമെന്റ്സുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ അത് എയ്തർ കേസിലോട്ട് പോകും. അപ്പം അത് സമ്മോ നോയോ വരാം, സം നോട്ടോ ഓളോ വരാം. സമ്മും നോയും വരുമ്പോൾ ഇവരുടെ രണ്ടും പ്രത്യേകത എന്താ? റിവേഴ്സിബിളാണ്. സോ അതുകൊണ്ട് തന്നെ എലമെന്റ്സുകൾ തമ്മിൽ പ്രത്യേക ഓർഡർ കീപ്പ് ചെയ്യണമെന്നില്ല ഇവരുടെ കേസിൽ. പക്ഷേ ഇവരുടെ കേസിൽ സം എ ആർ നോട്ട് ബി എന്ന് പറയുന്നു, ഓൾ എ ആർ നോട്ട് ബി എന്ന് തന്നെ പറയണം. അവിടെ എന്താണോ ഓർഡർ കീപ്പ് ചെയ്യുന്നത് അത് ഇവിടെ കീപ്പ് ചെയ്യണം. പക്ഷേ ഇവിടെ ഓർഡർ ഒന്നിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ, ബോത്ത് കൺക്ലൂഷൻസ് ഇൻഡിവിജ്വലി ഫോൾസ് ആവുക. ഈ പേരുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എലമെന്റ്സുകൾ സെയിമും ആയിരിക്കണം. അങ്ങനെ വരുന്ന കേസുകളിൽ എയ്തർ ഓർ കേസ് ആയിരിക്കും അവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ആൾ ബി എന്ന് പറയുന്ന ആൾ ഒന്നെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷനും കാണത്തില്ല, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഏതെങ്കിലും റിലേഷൻ കാണും. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. സോ അതാണ് ഈ എയ്തർ ഓർ കേസ്. നമ്മൾ അത്രയും കൂടുതൽ ചിന്തിക്കണം. നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. രണ്ട് കൺക്ലൂഷൻസ് ഈ രണ്ട് പേരുകളായിരിക്കണം. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന രണ്ട് കൺക്ലൂഷൻസിൽ ഈ രണ്ട് പേരുകളായിരിക്കണം. ബോത്ത് കൺക്ലൂഷൻസ് ഇൻഡിവിജ്വലി തെറ്റായി പോവുക. കൂടാതെ ഇവർ പറയുന്ന എലമെന്റ്സുകൾ സെയിമും ആണ്. ഈ കേസിൽ ഓർഡർ നോക്കണ്ട, ഈ കേസിൽ ഓർഡർ നോക്കണം. അപ്പോൾ നമുക്ക് എയ്തർ ഓർ കേസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത്. നോ ലെറ്റർ ഈസ് ആൻ ആൽഫബറ്റ് എന്നാണ് പറയുന്നത്. സോ ലെറ്ററും ആൽഫബറ്റും, നോ ലെറ്റർ ഈസ് ആൻ ആൽഫബറ്റ്, ഓൾ ആൽഫബറ്റ് ആർ വേർഡ്സ്. സോ ഫസ്റ്റ് സെക്കൻഡ് കൺക്ലൂഷൻസ് ഉണ്ട്. കൺക്ലൂഷൻസ് നോക്കുക. ഓൾ വേർഡ്സ് ക്യാൻ നെവർ ബി ലെറ്റേഴ്സ്. ഓൾ വേർഡ്സ് ക്യാൻ നെവർ ബി, എല്ലാ വേർഡും ലെറ്റർ ആവില്ല. എല്ലാ വേർഡും ലെറ്റർ ആവില്ല. ഉറപ്പായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാ വേർഡും ഉറപ്പായിട്ട് ലെറ്റർ ആവില്ല. പറയുന്നത് ശരിയാണ്. കാരണം നമുക്ക് വേർഡിൻ്റെ ഈ കുറച്ച് ഭാഗം എന്താണ് ലെറ്റർ ആവില്ല. സോ എല്ലാ വേർഡും ലെറ്റർ ആവില്ല. ശരിയാവും, എല്ലാ വേർഡും ലെറ്റർ ആവില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ആലോചിക്കുക, എല്ലാ വേർഡും ലെറ്ററുമായിട്ട് ലെറ്റർ ആവില്ല. അതായത് എല്ലാ വേർഡിൻ്റെ കുറച്ച് ഭാഗം എപ്പോഴും, അതായത് എല്ലാ വേർഡും ലെറ്റർ ആവില്ല എന്ന് വെച്ചാൽ വേർഡിൻ്റെ കുറച്ച് ഭാഗം ലെറ്ററുമായിട്ട് നോ റിലേഷൻ ആണ്. അത് തന്നെ ഇവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഓൾ ലെറ്റർ ബീയിങ് വേർഡ് ഈസ് എ പോസിബിലിറ്റി. പോസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് ഫിഗർ വരച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. സോ അവിടെ നമ്മൾ നോക്കുന്നത് മറ്റേ പെയറാണ്. ഏതൊക്കെയാണ്? സമ്മും നോയും. അത് കണക്ക് തന്നെ സം നോട്ടും ഓളും. അപ്പോൾ പറയുന്ന കാര്യം അതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. സോ സം നോട്ടിൻ്റെ പോസിബിലിറ്റി നമ്മുടെ ചോദിക്കുന്നു. ക്വസ്റ്റ്യനിൽ സം നോട്ട് പോസിബിലിറ്റിയായി ചോദിച്ചാൽ, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആളിൻ്റെ ഡെഫിനിറ്റ്നെസ് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുക. ഓളിൻ്റെ ഡെഫിനിറ്റ്നെസ് ട്രൂ ആയാൽ പോസിബിലിറ്റി ഫോൾസ് ആവും. അതേ കണക്ക്
സം നോട്ടിന്റെ പോസിബിലിറ്റി ചോദിക്കുന്നു. സം നോട്ട് പോസിബിലിറ്റിയിൽ ചോദിച്ചാൽ ഓളിന്റെ ഡെഫിനിറ്റ്നെസിന്റെ നില എന്താണെന്ന് നോക്കുക. ഓളിന്റെ ഡെഫിനിറ്റ്നെസ് ഫോൾസ് ആയാൽ ഈ സം നോട്ടിന്റെ പോസിബിലിറ്റി ട്രൂ ആവും. ഓളിന്റെ ഡെഫിനിറ്റ്നെസ് ട്രൂ ആയാൽ ഈ സം നോട്ടിന്റെ പോസിബിലിറ്റി ഫോൾസ് ആവും. സോ ഇതേ കേസ് തന്നെയാണ് സമ്മിലും നോയിലും പറയാനുള്ളത്. സമ്മ് പോസിബിലിറ്റി ചോദിച്ചാൽ നോയുടെ ഡെഫിനിറ്റ്നെസ് നോക്കുക. ഒന്നുകൂടെ പറയാം നമുക്ക്. സമ്മും നോയും. സം നോട്ടിന്റെ പോസിബിലിറ്റി ചോദിക്കുന്നു. സം നോട്ടിന്റെ പോസിബിലിറ്റി നമ്മൾ ചോദിച്ചാൽ ഓളിന്റെ ഡെഫിനിറ്റ്നെസിന്റെ കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഓളിന്റെ ഡെഫിനിറ്റ്നെസിന്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ സം നോട്ടിന്റെ പോസിബിലിറ്റി ട്രൂ. ഈ ഓളിന്റെ ഡെഫിനിറ്റ്നെസ് ട്രൂ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ സം നോട്ടിന്റെ പോസിബിലിറ്റി ഫോൾസ്. തിരിച്ചും ഓളിന്റെ പോസിബിലിറ്റിയിലാണ് ചോദിക്കുന്നതെങ്കിൽ സം നോട്ടിന്റെ എന്ത് നോക്കുക, ഡെഫിനിറ്റ്നെസ് നോക്കുക. സം നോട്ടിന്റെ ഡെഫിനിറ്റ്നെസ് ഫോൾസ് ആയാൽ മറ്റേത് ട്രൂ, ട്രൂ ആയാൽ മറ്റേത് ഫോൾസ്, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഉള്ളൂ. ഒരു ഓവറോൾ ജനറലി പറയുവാണെങ്കിൽ ഈ പേയേഴ്സ് അതുപോലെ നോക്കിക്കുക. ഒരാളുടെ പോസിബിലിറ്റി ചോദിക്കുമ്പോൾ മറ്റേ ആളുടെ ഡെഫിനിറ്റ്നെസിന്റെ കണ്ടീഷൻ നോക്കുക. ഡെഫിനിറ്റ്നെസിന്റെ കണ്ടീഷൻ ട്രൂ ആയാൽ മറ്റേത് ഫോൾസ്, ഫോൾസ് ആയാൽ മറ്റേത് ട്രൂ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓൾ ലെറ്റേഴ്സ് ബീയിങ് വേർഡ്സ് ഈസ് എ പോസിബിലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓൾ ചോദിക്കുമ്പം നമ്മൾ ഓളിന്റെ പോസിബിലിറ്റി ചോദിക്കുമ്പം നമ്മൾ സം നോട്ടിന്റെ ഡെഫിനിറ്റ്നെസിനെ കുറിച്ച് വേണം ചിന്തിക്കാൻ. ഓളിന്റെ പോസിബിലിറ്റി ചോദിക്കുമ്പം നമ്മൾ സം നോട്ടിന്റെ ഡെഫിനിറ്റ്നെസ് നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം നോക്കുക. ഇത് ഫോൾസ് ആയാൽ ഇത് ട്രൂ, ഇത് ട്രൂ ആയാൽ ഇത് ഫോൾസ്, അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. സോ സം ലെറ്റേഴ്സ് ആർ നോട്ട് വേർഡ്സ്. ലെറ്ററിന്റെ കുറച്ച് ഭാഗമാണ്. സം നോട്ടും ഒരു റിവേഴ്സിബിൾ സാധനമല്ല. ആകെ റിവേഴ്സിബിൾ ആയത് സമ്മും നോയും മാത്രമേ ഉള്ളൂ. ലെറ്ററിന്റെ കുറച്ച് ഭാഗം വേർഡ്സുമായിട്ട് നോ റിലേഷനിൽ നിൽക്കണം. നമുക്ക് അങ്ങനെ ലെറ്ററിന്റെ കുറച്ച് ഭാഗം സമ്മുമായിട്ട്, ലെറ്ററിന്റെ കുറച്ച് ഭാഗം വേർഡുമായിട്ട് നോ റിലേഷൻ നിൽക്കണം. ലെറ്ററിന്റെ കുറച്ച് ഭാഗം വേർഡും തമ്മിൽ നമുക്കൊരു നോ റിലേഷൻ അത് വെട്ടിട്ട് കാണുന്നുണ്ടോ? ലെറ്ററിന്റെ കുറച്ച് ഭാഗം വേർഡ്സുമായിട്ട് ഇല്ലല്ലോ. നമുക്ക് പിക്ചർ നോക്കാം. ലെറ്ററിന്റെ കുറച്ച് ഭാഗം വേർഡ്സുമായിട്ട് നോ റിലേഷനിൽ കാണണം. അങ്ങനെ നമ്മൾ കാണുന്നില്ല. ഓക്കെ, തിരിച്ചു പറഞ്ഞത് ശരിയായിരുന്നു. സം വേർഡ്സ് ആർ നോട്ട് ലെറ്റേഴ്സ് ആണെങ്കിൽ ശരിയാണ്. വേർഡ്സിന്റെ കുറച്ച് ഭാഗം ലെറ്റേഴ്സ് അല്ല. പക്ഷേ ചോദിക്കുന്നത് സം ലെറ്റേഴ്സ് ആർ നോട്ട് വേർഡ്സ്. ലെറ്ററിന്റെ കുറച്ച് ഭാഗം വേർഡ്സുമായിട്ട് നോ റിലേഷൻ നിൽക്കണം. നമുക്ക് ലെറ്ററും വേർഡും തമ്മിൽ നമ്മളെ ഫിഗറിനകത്ത് തന്നെ നോക്കിയാൽ നമുക്ക് ഡയറക്റ്റ്ലി അവർ തമ്മിൽ റിലേഷൻ ഇല്ല. അങ്ങനെ റിലേഷൻ ഇല്ലാത്തവരെ കുറിച്ച് നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഫോൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ പോസിബിലിറ്റി ട്രൂ ആയിട്ട് വരും. സോ കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. അതാണ് ഇതിന്റെ ഉത്തരം. സോ ഇതിന് നമ്മളിപ്പോൾ നോക്കിയത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? സം നോട്ടിന് മാത്രം എക്സാമ്പിൾ പറയാം. സം നോട്ടിന്റെ പോസിബിലിറ്റി ചോദിക്കുമ്പോൾ ഓളിന്റെ ഡെഫിനിറ്റ്നെസിന്റെ കണ്ടീഷൻ നോക്കണം. അത് തെറ്റാണെങ്കിൽ ഇത് ട്രൂ, അത് ശരിയാണെങ്കിൽ ഇത് ഫോൾസ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. തിരിച്ച് ഓപ്പോസിറ്റും. ഓൾ ചോദിച്ചാൽ ഇത്. ഓക്കെ, അങ്ങനെ എന്ന് പറഞ്ഞാൽ മേ ബി പോസിബിലിറ്റി കറക്റ്റ് പോസിബിലിറ്റി തരത്തില്ല. മേ ബി അതൊക്കെ തന്നെ നമ്മൾ ക്യാൻ ബി ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ അതായത് പോസിബിലിറ്റി ആണ് അർത്ഥമാക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് ഇവിടെ ഓൾ വേർഡ്സ് ക്യാൻ നെവർ ബി ലെറ്റേഴ്സ് എന്ന ക്വസ്റ്റ്യൻ. സോ അതൊരിക്കലും ക്യാൻ നെവർ ബി, അത് അങ്ങനെ ഒരു എന്താണ് പോസിബിലിറ്റി അല്ല. കൺക്ലൂഷൻ ഡി നോക്കുക. കൺക്ലൂഷൻ ഡി നോക്കുക. ഡിയിൽ സമ്മും നോയും ആണുള്ളത്. ഒരേ എലമെന്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടും ഇൻഡിവിജ്വലി എന്താണ് ഫോൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള എയ്തർ കൺക്ലൂഷൻ 1 or 3 ഫോളോസ്. കാരണം ഒരേ എലമെന്റ്സ് സം നോ, രണ്ടും ഇൻഡിവിജ്വലി ഫോൾസ്. ഫിഗർ എന്ന് പറയുന്നത് ഓൾ ബിൽഡിങ്സ് ആർ ചോക്സ്. ബിൽഡിങ്സ് ആർ ചോക്സ്. ദെൻ നോ ചോക്ക് ഈസ് ടോഫി. സോ കൺക്ലൂഷൻ 1 ഉണ്ട്, കൺക്ലൂഷൻ 2 ഉണ്ട്. കൺക്ലൂഷൻ 1 എന്ന് പറഞ്ഞേ നോ ബിൽഡിംഗ് ഈസ് എ ടോഫി. ഒരു ബിൽഡിംഗ് പോലും ടോഫി അല്ല. നമുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ചോക്കിനകത്ത് നിൽക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ ഇല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് റിലേഷൻ അറിയാം. സി ഒന്നും ടിയുടെ അടുത്തോട്ട് പോകത്തില്ല. അപ്പോൾ സിക്ക് ഉള്ളിലാണ് ബി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിയും ടിയും തമ്മിലും നോ റിലേഷൻ ആണ്. അത് തന്നെയാണ് അവർ പറയുന്നത്. നോ ബിൽഡിംഗ് ഈസ് എ ടോഫി. ബിൽഡിംഗ് ഒന്നും ടോഫി അല്ല, ശരിയാണ്. സോ ഇവിടെ നമുക്ക് ടോഫിയും ബിൽഡിംഗും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല പോലും ഇൻഡയറക്റ്റ് റിലേഷൻ നമുക്ക് ഫിഗറിന് കിട്ടും. കാരണം സിയും ടിയും തമ്മിൽ നോ റിലേഷൻ ആണെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്നതാണ് ബി. അപ്പോൾ ബിയും ടിയും തമ്മിലും എന്തായിരിക്കും? നോ റിലേഷൻ ആയിരിക്കും. രണ്ടാമത് എന്ന് പറയുന്നത് ഓൾ ചോക്സ് ആർ ബിൽഡിംഗ്. എല്ലാ ചോക്കും ബിൽഡിംഗ് ആണ്. എല്ലാ ബിൽഡിംഗും ചോക്കാണ്. എല്ലാ ചോക്കും ബിൽഡിംഗ് എന്ന് പറയാനായിട്ട് ഓൾ എന്തല്ല? റിവേഴ്സിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ തെറ്റാണ്. ഒൺലി കൺക്ലൂഷൻ 1 ഫോളോസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഒൺലി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അറിയേണ്ടത് ഒൺലി ഫ്യൂ എന്ന് പറയുന്ന ടേം ആണ്. ഒൺലി എ ഫ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ കുറച്ച് ഭാഗം മാത്രമേ ബി ഉള്ളൂ. അതായത് എയുടെ കുറച്ച് ഭാഗം മാത്രമേ ബി ഉള്ളൂ. അതിനർത്ഥം എയുടെ കുറച്ച് ഭാഗം ബിയുമായിട്ട് നോ റിലേഷൻ ആണ് എന്നാണ് ഇതിനർത്ഥം. സോ ഇതാണ് ഒൺലി എ ഫ്യൂവിൻ്റെ ഫിഗർ. അതായത് എയുടെ കുറച്ച് ഭാഗം ബി ആണ്. അതിനർത്ഥം എയുടെ കുറച്ച് ഭാഗം ബിയുമായി നോ റിലേഷൻ ആണ്. ഇവിടെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് തറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാ? സമ്മും സം നോട്ടും. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താ? സം എ ആർ ബി എന്ന് പറയുമ്പോൾ സം ബി ആർ ഐ, അതായത് സം റിവേഴ്സിബിൾ ആണല്ലോ. സോ സം എ ആർ ബി അഥവാ സം ബി ആർ ഐ, സം നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. അതിനൊക്കെ തന്നെ സം എ ആർ നോട്ട് ബി എന്ന് പറയും. എയുടെ കുറച്ച് ഭാഗം ബി അല്ല, സം എ ആർ നോട്ട് ബി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ സം നോട്ടിനെ തിരിച്ച് പറയാൻ പറ്റില്ല. സം ബി ആർ നോട്ട് എ തെറ്റാണ്. ഓക്കെ, ഇത് പറഞ്ഞത് സം എ ആർ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. സം റിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ സം ബി ആർ എ എന്നും പറയാം. അതാണ് സം എ ആർ നോട്ട് ബി, ഇത് നമുക്ക് പറയാം. പക്ഷേ തിരിച്ച് സം ബി ആർ നോട്ട് എ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഓക്കെ. ഇനി ഈ പറഞ്ഞ സം എ ആർ നോട്ട് ബി, ഈ പറഞ്ഞ സം ബി ആർ നോട്ട് എ ഉണ്ടല്ലോ, ഫാൾസ് ആയി കിടക്കുന്നത് സം ബി ആർ നോട്ട് എ. ഇപ്പം ഈ ഒരു സം എ ആർ ബി ആണ്, സം ബി ആർ എ ആണ്, സം എ ആർ നോട്ട് ബി ആണ്. പക്ഷേ സം ബി ആർ നോട്ട് എ എന്ന് പറയുന്നത് തെറ്റാണ്. സം ബി ആർ നോട്ട് എ എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ഇത് ട്രൂ ആവും. ഇപ്പോൾ പോസിബിലിറ്റി പറഞ്ഞാൽ ഇത് ട്രൂ ആവും. ഓക്കെ, അതാണ് ഒൺലി എ ഫ്യൂവിൻ്റെ കേസ്. ഈ ഒൺലി എ ഫ്യൂവിൻ്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാൻ. സോ നമുക്ക് ഈ പറയുന്ന ഫിഗർ വരയ്ക്കാം. ഒൺലി എ ഫ്യൂ കാർസ് ആർ എന്താണ്? ട്രക്സ് ആണ്. സോ ഒൺലി എ ഫ്യൂ കാർസ് ആർ ട്രക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കാറിൻ്റെ കുറച്ച് ഭാഗം ട്രക്കുമായിട്ട് നോ റിലേഷനിലാണെന്ന് നമ്മൾ ഓർക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കൂടെ പറയാൻ വയ്ക്കാം. ഇനി ഓൾ ട്രക്സ് ആർ വെഹിക്കിൾസ്, സം വെഹിക്കിൾസ് ആർ ഗാരേജസ്. ഓക്കെ, നമുക്ക് കൺക്ലൂഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. ഇതൊക്കെ നോക്കാം. സം കാരേജസ് മേ ബി കാർസ്. ഞാൻ പറഞ്ഞു മേ ബി എന്ന വേർഡ് പോസിബിലിറ്റി ആണ്. അപ്പം സം കാരേജസ്
മേ ബി കാർസ്. സം ഗാരേജസ് കാർസ് ആവാം. ഒന്നുകിൽ വരച്ച് നോക്കണം, അല്ലെങ്കിൽ നമുക്കറിയാലോ സമ്മിൻ്റെ ഓപ്പോസിറ്റ് നോയാണ്. സോ നോ ഗാരേജസ് ആർ കാർസ് നോക്കുക. ഓക്കെ, ഇത് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫോൾസ്, ഇത് ഫോൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ. കാർസിനും ഗാരേജസിനും ഇടയ്ക്ക് നോ റിലേഷൻ ആണോ നോക്കുക. കാർസിനും ഗാരേജസിനും ഇടയ്ക്ക് നോ റിലേഷൻ ആണോ, കാർസിനും ഗാരേജസിനും ഇടയ്ക്ക് റിലേഷൻ നമുക്ക് അറിയത്തില്ല, ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാമോ പോസിബിലിറ്റി ട്രൂ ആവും. അല്ലെങ്കിൽ നമ്മൾ വരച്ച് നോക്കുക. എങ്ങനെയാണ് ഫിഗർ വരച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതിയാവും. അടുത്തത് രണ്ടാമത്തെ കൺക്ലൂഷൻ, സം വെഹിക്കിൾസ് ആർ നോട്ട് കാർസ്. വെഹിക്കിൾസിന്റെ കുറച്ച് ഭാഗം കാർസ് അല്ല. വെഹിക്കിൾസിന്റെ കുറച്ച് ഭാഗം കാർസ് അല്ല. വെഹിക്കിൾസിന്റെ കുറച്ച് ഭാഗം ഗ്യാരേജസുമായിട്ട് നോ റിലേഷൻ ആയിരിക്കാം. സോ നോക്ക്, വെഹിക്കിൾസും ഗ്യാരേജസും പടം വരച്ചിട്ട് വെട്ടുണ്ടോ നോക്കുക. വെഹിക്കിൾസും ഗ്യാരേജസും തമ്മിൽ സം റിലേഷൻ നിൽക്കുന്നത്, അവർ റിലേഷനേ ഉണ്ട്, അങ്ങനത്തെ നോ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബി. സോ ഈ ക്വസ്റ്റിന് പറയുന്ന പോലെ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം ഈച്ച് കറക്റ്റ് ഈസ് റോങ്. ഈച്ച് കറക്റ്റ് ഈസ് റോങ് എന്ന് പറഞ്ഞാൽ എല്ലാ കറക്റ്റും റോങ് ആണ്. അതായത് ഓൾ ആണ് അർത്ഥമാക്കുന്നത്. ഓൾ കറക്റ്റ് ആർ റോങ് എന്നാണ് അർത്ഥം. ഓൾ കറക്റ്റ് ആർ റോങ്. ഇനി നോ റോങ് ഈസ് റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് കൺക്ലൂഷൻ 1ഉം കൺക്ലൂഷൻ 2ഉം നോക്കണം. ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത് കറക്റ്റിനും റൈറ്റിനും ഇടയ്ക്ക് നോ റിലേഷൻ ആണ്. ഫുൾ റോങ്ങും റൈറ്റും തമ്മിൽ ഈ ഡബ്ല്യു മാറും തമ്മിൽ നോ റിലേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സി. അതുകൊണ്ട് തന്നെ കറക്റ്റും റൈറ്റും തമ്മിൽ നോ റിലേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ ട്രൂ ആണ്. രണ്ടാമത് പറയുന്നത് സം റോങ്സ് ആർ കറക്റ്റ്. റോങ്സിൻ്റെ കുറച്ച് ഭാഗം കറക്റ്റാണ്. സോ നോക്കി ഫിഗർ നോക്കുമ്പോൾ സം റോങ്സ് ആർ കറക്റ്റ്. റോങ്സിൻ്റെ കുറച്ച് ഭാഗം കറക്റ്റാണ്. സോ ട്രൂ ആണ്. സോ ബോത്ത് കൺക്ലൂഷൻസ് ഫോളോ. നമുക്ക് ഇവിടെ വരയ്ക്കാം. ഫുഡും വാട്ടറും തമ്മിൽ നോ റിലേഷൻ ആണ്. ഇനി ഓൾ ഫുഡ് ആർ സ്നാക്സും ആണ്. വാട്ടറും സ്നാക്കും, നോ വാട്ടർ സ്നാക്ക്. നോ ഒരു റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ സ്നാക്കും വാട്ടറും തമ്മിൽ നോ റിലേഷൻ നിൽക്കണം. ഫുഡും വാട്ടറും തമ്മിലാണ് ഇവിടെ നോ റിലേഷൻ ഉള്ളത്. സ്നാക്കും വാട്ടറും തമ്മിൽ നോ റിലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിന്, സ്നാക്കിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ പാർട്ടി ആളുമായിട്ട് നോ റിലേഷൻ ആണ്. പക്ഷേ ഈ ഒരു പാർട്ടിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു വാട്ടർ പോലും സ്നാക്ക് അല്ല, അഥവാ ഒരു സ്നാക്ക് പോലും വാട്ടർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൺക്ലൂഷൻ 2 നോക്ക്. ഓൾ വാട്ടർ ക്യാൻ ബി സ്നാക്ക്. ക്യാൻ ബി എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി ആണ് അർത്ഥമാക്കുന്നത്. ഓൾ വാട്ടർ ക്യാൻ ബി സ്നാക്ക് എന്ന് പറയുമ്പോൾ എല്ലാ വാട്ടറിനെയും സ്നാക്കിന് എടുക്കാം. അതാണ് നമ്മളത് കൂടുതൽ ചിന്തിക്കുക. നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സം നോട്ട് നോക്കുക. സം നോട്ട് എന്ന് പറയുമ്പോൾ ഏതാ, സം വാട്ടർ ആർ നോട്ട് സ്നാക്ക്. ഇതിൻ്റെ ഈ ഡെഫിനിറ്റ്നെസ് നമ്മൾ നോക്കുക. സം വാട്ടർ സ്നാക്ക് അല്ല. വാട്ടറിൻ്റെ കുറച്ച് ഭാഗം സ്നാക്കുമായിട്ട് നോ റിലേഷൻ ആണ്. വാട്ടറിൻ്റെ കുറച്ച് ഭാഗം എവിടെയെങ്കിലും സ്നാക്കുമായിട്ട് നോ റിലേഷൻ നിൽക്കുന്നുണ്ടോ? വാട്ടറിൻ്റെ കുറച്ച് ഭാഗം സ്നാക്കുമായിട്ട് നോ റിലേഷൻ കാണിക്കണം. അതായത് ഇങ്ങനെ ഒരു വെട്ട് വരണം. ഓക്കെ, തിരിച്ചു വേണമെങ്കിൽ നമുക്ക് പറയാം സ്നാക്കിൻ്റെ കുറച്ച് ഭാഗം വാട്ടറുമായിട്ട് നോ റിലേഷൻ ആണ്. പക്ഷേ വാട്ടറിൻ്റെ കുറച്ച് ഭാഗം സ്നാക്കുമായിട്ട് നോ റിലേഷൻ അല്ല. സോ ഇത് തെറ്റായതുകൊണ്ട് അതിൻ്റെ പോസിബിലിറ്റി ട്രൂ ആവും. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്.